ഈ കാണുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു എന്താ പറയാ, ലോകം എന്ന് വേണേൽ പറയാം. നിങ്ങളുടെ ഇപ്പഴത്തെ AC ഇപ്പം വലിയ ചൂടുള്ളപ്പോഴും ഞങ്ങൾക്ക് വലിയ ചൂട് എഫക്റ്റ് ചെയ്യുന്നില്ല. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റിനും നിൽക്കുന്ന കാരണം ഇവര് കളിയാക്കി പറയാം, നമ്മുടെ വീട് കണ്ട കാട് പോലെ ആയിരിക്കുന്നത്. മക്കള് നമ്മുടെ ഔഷധ ചെടികളാണ്. ഇത് കരുനൊച്ചിയാണ്. കരുനൊച്ചി ഇത് ഭയങ്കര ഔഷധ പ്രാധാന്യമുള്ളൊരു ചെടിയാണ്. ഇതാണേൽ എൻ്റെ വെളുത്തതുണ്ട്, കൊടുവേലി, നീലക്കൊടുവേലി ഉണ്ട്, ചുമന്നതുണ്ട്, 2-3 ടൈപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് പിന്നെ ചിറ്റമൃത്. ചിറ്റമൃത് ഓരോരുത്തർ വന്ന് ഇവിടുന്ന് ഇതൊക്കെ മേടിച്ചോണ്ട് പോകാറുണ്ട് എന്തിനൊക്കെ ഉപയോഗിക്കാൻ. എനിക്ക് പക്ഷെ എന്തിനാന്നും അറിയത്തില്ല. ഇത് രാത്രി പൂക്കുന്നൊരു നിശാഗന്ധിയുടെ വേറൊരു ഭയങ്കര മണമാണ് ഇത് പൂക്കുമ്പോൾ. ഇത് ഭസ്മത്തുളസി, ഇത് തുളസിയുടെ ഒരു ഭസ്മത്തുളസി എന്ന് പറയും. ഇതാണെങ്കിൽ ഈ ബട്ടർഫ്ലൈസ് വന്നിരിക്കത്തില്ലേ, ആ ചെടിയാണ്. ഇതേ നിറച്ചും ബട്ടർഫ്ലൈസ് വന്നിരിക്കും. ഇപ്പം ഇത് പൂവെല്ലാം കഴിഞ്ഞേച്ച് ഇതിൻ്റെ കായായി. ഇത് ചുവന്ന കറ്റാറവാഴയാണ്, ചുവന്ന കറ്റാറവാഴ, മുറിച്ച ചുമപ്പായത്. ഇത് നമ്മുടെ പാരിജാതം. പണ്ട് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന വേറൊരു ചെടി കാണിച്ചിട്ട്, ചെമ്പകം പോലൊരു ചെടി കാണിച്ചിട്ടാണ് എല്ലാവരും പാരിജാതം എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥ പാരിജാതം ഇതാണ്. ഇത് ഈ പൂവെല്ലാം വിരി, അപ്പോൾ നല്ല മണമാണ്. ഈ പൂവെല്ലാം വിരിയുമ്പോൾ ഭയങ്കര മണമാണ്. ഇതാണ് യഥാർത്ഥ പാരിജാതം. നേരത്തെ പാരിജാതം എന്ന് പറഞ്ഞാൽ ചെമ്പകം പോലൊരു ചെടി അപ്പുറത്തുണ്ടായിരുന്നു. എല്ലാവരും അതാണ് പാരിജാതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതല്ല പാരിജാതം, ഇതാണ് പാരിജാതം. ഇതെല്ലാം ഇതുപോലെ തന്നെ ഔഷധ ചെടികളാണ്. ഇത് കയ്യോന്നി, ഇത് രംഭ എന്ന് പറയും. നമ്മളെ ഈ ഇറച്ചിക്കറിക്കും ബിരിയാണിക്കകത്തും ഒക്കെ ഇടുന്ന. ഇതൊന്ന് എവിടെ നോക്കിയാൽ നല്ല മണമാണ്. പിന്നെ ഇത് ഈ മങ്കോട്ട എന്ന് പറയാം. ഇതിന്റെ കായ ഇങ്ങനെ ആപ്പിള് പോലും നല്ല രസമാണ്. ഇത് പഴുത്ത് കിടക്കുമ്പോൾ ഇതിന്റെ തൊലി നമ്മള് വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ചു കുടിച്ചാല് ഷുഗർ കുറയുമെന്നാ പറയുന്നത്. ഇതിന്റെ ഇത് മങ്കോട്ട ദേവകാട് കണ്ടാ പറയുന്നത്. ഇതിന്റെ ഒരു ഇത് നല്ലൊരു മരമായിട്ട് പോകുന്നതാണ്. ഞാൻ ഈ ചട്ടിക്കകത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇത് നമ്മുടെ പണ്ടൊക്കെ പറയത്തില്ലേ, ഇത് അശ്വഗന്ധ എന്നാ പറയുന്നത്, വെടിഞ്ഞൊട്ട എന്ന് പറയത്തില്ലേ. ഇതിന്റെ സീഡിന് ഭയങ്കര വിലയാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ. നമുക്കിതിന് യാതൊരു വിലയില്ല. ഞാനതിൻ്റെ ഒരു തൈ. പിന്നെ ഇവിടെ നമ്മളവിടെ കണ്ട പോലെ തന്നെ നമ്മൾ ദശപുഷ്പങ്ങളുടെ തൈകളാണ് ഈ നട്ടിരിക്കുന്ന മൊത്തം. ഇത് രണ്ട് കുറ്റിക്കുരുമുളക്, നിറച്ചും കുരുമുളകും കൊണ്ട് ഉണ്ടോ. അവിടുത്തെ കുരുമുളകൊക്കെ ഞാൻ പറിച്ചതാണ്. ഇത് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഈ ചക്കയിൽ, ഈ പ്ലാവേല കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 100-150, 1.5 വർഷമായപ്പോൾ കായ്ച്ചു. 100-150 ചക്ക ഉണ്ടായിരുന്നു. ചക്ക കാരണം ഈ പ്ലാവ് അങ്ങ് വളഞ്ഞിട്ട് ഞാനിപ്പോൾ മണ്ട ഇതിൻ്റെ മുറിച്ച് കളഞ്ഞേക്കുവാണ്. വിയറ്റ്നാം വേർലി. പിന്നെ അത് പീനട്ട് ഫ്രൂട്ട് നമ്മളവിടെ കണ്ടില്ലേ. പിന്നെ നെല്ലിയുണ്ട്. ഇതാണേൽ പുളിയ, ഇത് സപ്പോട്ട. ഇതും ഒരു ഔഷധ ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി എന്തുവാണെന്നുള്ളത്. ഇത് ത്രിഫലി. ഇത് നമ്മൾ എണ്ണ കാച്ചുന്നൊരു, ഇതിൻ്റെ പേരും അങ്ങ് മറന്നുപോയി. ഇത് നമ്മുടെ അയ്മോദകം. ഇത് പഴുതാരക്കൊല്ലി. ഇതും ഒരു ഔഷധ ചെടിയാണ്, പഴുതാരക്കൊല്ലി എന്ന് പറയും. ഇത് കൊടുവേലിയാണ്, കൊടുവേലി. ഇത് ചുമന്ന പൂവുണ്ടാവുന്ന കൊടുവേലിയാണ്. ഇത് പിന്നെ ഗരുഡപ്പച്ച എന്ന് പറയും. ഇത് മൂവല എന്ന് പറയുന്നത്. ഇതും ഒരു ഔഷധ ചെടിയാണ്. കണ്ടോ, 3 ഇലയുള്ളൂ. ഇതിന് മൂവല എന്ന് പറയുന്നത്. ഇതാണേല കാശ, മൂവല 3 ഇലയെ വരത്തുള്ളൂ. ഇത് കാശാവ്. ഇത് നമ്മുടെ പണ്ടൊക്കെ മഴുവൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന തടിയാണ്. അത് ഞാനിങ്ങനെ മുറിച്ച് നിർത്തിയേക്കുന്നതുകൊണ്ടാണ് അത് വലുതാവാത്തത്. ഇത് ഗുലുഗുലു. ഇതാ ഗുലുഗുലു. ഈ നമ്മൾ ഈ കഷായത്തിനകത്തൊക്കെ ഇടത്തില്ലേ ഗുലുഗുലു, തിക്ത, അത് ഗുലുഗുലു ആണിത്. ഗുലുഗുലു. ഇത് കുറ്റിക്കുരുമുളകാണ്. ഇപ്പം കായെല്ലാം പറിച്ച് നിൽക്കുവാണ്. അപ്പുറത്തുണ്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ ഉലുവയാണ്. നിൽക്കുന്നതാണ് ദേവദാരു. പക്ഷെ എല്ലാം നന്നായിട്ട് ബഞ്ചസ് ആയിട്ട് നിന്നാണ്. ഇപ്പം അങ്ങ് ചൂടൽ ഈ തെങ്ങും വളർന്ന പ്ലാവും എല്ലാം വളർന്നപ്പോഴത്തേക്ക് അതങ്ങ് അതിൻ്റെ വളർച്ച അങ്ങ് മുരടിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഇത് സാദാ ചാമ്പയാണ്. പിന്നെ നമുക്ക് മലേഷ്യൻ ചാമ്പയുണ്ട്, ഇവിടെ ആപ്പിൾ ചാമ്പയുണ്ട്, അപ്പുറത്തുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ കാണാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഷുഗർ ചേമ്പാണ്.
ഇതോ ആ നിൽക്കുന്നേ ഷുഗർ ചേമ്പാണ്. ഫ്രൂട്ട് പ്ലാന്റുകളുടെ ലോകത്തേക്ക് എത്താം. ഇത് നമ്മുടെ പിന്നെ എന്താ എന്തോ ചാമ്പ 2-3 ടൈപ്പ് ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട് 3 ടൈപ്പ്. സാധാരണ ചാമ്പ നമ്മൾ മുമ്പേ കാണിച്ചില്ലേ, അവിടെ നിൽപ്പുണ്ട്. ഇത് ആപ്പിൾ ചാമ്പ. ഇത് നിറച്ചും കായ ഉണ്ടായിരുന്നു, ഇപ്പം തീർന്നതാണ്. പിന്നെ മലേഷ്യൻ ചാമ്പ അപ്പുറത്ത് നിൽപ്പുണ്ട്. അത് വെളുത്തതാണ്, ഇച്ചിരി വലിപ്പമുള്ളതാണ്. അങ്ങനെ 3 ടൈപ്പ് ചാമ്പയുണ്ട്. പിന്നെ ഇത് നോനി. ഈ നോനി ഇവിടുന്ന് ചിലരൊക്കെ വന്ന നോനിയുടെ കാ പറിച്ചുകൊണ്ട് പോകാറുണ്ട്. എണ്ണ അനത്താനെന്ന് പറഞ്ഞുകൊണ്ട് പറിച്ചുകൊണ്ട് പോകാറുണ്ട്, ജ്യൂസിനായിട്ട് പറിച്ചുകൊണ്ട് പോകാറുണ്ട്. പക്ഷെ ഇതിന്റെ കായ പഴുത്ത് കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. നമ്മള് ഈ ചെടി നട്ട് വന്നപ്പോഴേ ഇത് ഇത്രയായപ്പോ ഇത് പൂ വന്നു. ഞങ്ങൾ വലിയ കാര്യത്തിൽ ഇത് എന്തുവാന്ന് വിചാരിച്ച്, പക്ഷെ പഴുത്തപ്പോഴത്തേക്ക് ഇതിന് ഭയങ്കര സ്മെല്ലായിരുന്നു. ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനം. പക്ഷെ ഇതിവിടെ ഇങ്ങനെ വീണ് കിടന്ന് പോവുക, ആർക്കും വേണ്ട. നമ്മള് വാരി കളയുക സത്യം പറഞ്ഞാൽ. പ്രോസസ്സിങ് പഠിച്ചിട്ട് എന്തേലും ചെയ്യാം. ഞാവല് ഇത് പഴുക്കും അല്ലേ? ഇത് പഴുത്തിട്ട് ഇപ്പൊ പൊഴിയാറുണ്ട്. ഇന്ന് രാവിലെ ഞാൻ കുറെ വാരി കളഞ്ഞതാ. ഇതാണ് നമ്മുടെ ലക്ഷ്മി തരുവാണ്. ലക്ഷ്മി തരു. ഇത് ഈ വലിയ വൃക്ഷം. ഇത് ഇത്രയും വലുതായി. അല്ല, നമ്മൾ നട്ടതാ, വന്നതിന് ശേഷം നട്ട മരമാണ്. പിന്നെ ഇതാണ് ഐമോദകമാണ്. ഇതിൻ്റെ എല്ലാം ഒന്ന് മണപ്പിച്ച് നോക്കി അറിയാം. ഇതിന് നല്ല ഇത് ഐമോദകം. ഇതിന് തുളസിപ്പൂവിൻ്റെ കൂട്ട് പൂ ഇതേ വരും. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മരമുന്തിരിയാണ്, ആ കുഞ്ഞു മരം. അത് അധികം ഒത്തിരി വലുതായി ഞാൻ കണ്ടിട്ടില്ല. വലുതാവും അല്ലേ? ഞാൻ കണ്ടിടത്തൊക്കെ ഒരുമാതിരി കുറച്ചുകൂടെ. ഇത് മൽബറിയാണ്. പിന്നെ അവക്കാഡോ ഉണ്ട്, ലോലോലിക്ക ഉണ്ട്, മുട്ടപ്പഴം ഉണ്ട്, പിന്നെ നമ്മുടെ പറങ്ങിമാവുണ്ട്, പിന്നെ അശോകമുണ്ട്. പിന്നെ അശോകം ഉണ്ടാ നിൽക്കുന്നതാണ് അശോകം. പിന്നെ ജാതിയുണ്ട്, പിന്നെ എന്തുവാ ആത്തയുണ്ട്, മുള്ളാത്തയുണ്ട്, പിന്നെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്. ഇതൊക്കെ ഓരോരുത്തരടുത്ത് പോകുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം. എങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് ടീച്ചർ? പണ്ട് തൊട്ടേ കൃഷിയോട് ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു വീട് വെച്ചപ്പോഴേ, ഇതിപ്പോ ഈ വീട് വെച്ചിട്ട് 9 വർഷമായി. അപ്പൊ വീട് വെക്കുമ്പോൾ നമുക്കെല്ലാം ഓരോ സ്വപ്നങ്ങളുണ്ടല്ലോ. അപ്പം എന്റെ സ്വപ്നമായിരുന്നു നമ്മുടെ വീട് വെക്കുമ്പം നമ്മുടെ വീടിന് ചുറ്റും തന്നെ പച്ചക്കറി ഉണ്ടാവണം, അത്യാവശ്യം വേണ്ടുന്ന ഔഷധ സസ്യങ്ങൾ ഉണ്ടാവണം, വീട്ടിലേക്കുള്ള പച്ചക്കറി മാത്രം ഉദ്ദേശിച്ച് ഇപ്പൊ അതിലും അധികമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ വീട് വെച്ച് കഴിഞ്ഞ് ഒരു 6 മാസം എടുത്തു നമ്മുടെ പാല് കാച്ചാൻ. പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാനിവിടെ ഇതിൻ്റെ ചുറ്റിനും പച്ചക്കറികൾ, ഔഷധ സസ്യങ്ങൾ എല്ലാം നട്ടു. അപ്പം വന്നവരെ വീടിനെക്കാട്ടിൽ കാര്യമായിട്ട് ആ സമയമായപ്പോഴത്തേക്ക് ഈ ഫലങ്ങളെല്ലാം വിളഞ്ഞു കിടക്കുന്നൊരു സമയമായിരുന്നു. വന്നവരെല്ലാം വീടിനെക്കാട്ടിൽ കാര്യമായിട്ട് ഇതാണ് ശ്രദ്ധിച്ചത്. തേനീച്ചയുണ്ട്, ഇത് ചെറുതേനാണ്, അപ്പുറത്ത് വൻതേനും ഉണ്ട്. നമ്മൾ തേനീച്ചയുടെ ഇത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ കൃഷി ഒന്ന് പരാഗണം നടത്തി കൃഷി ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ നേരത്തെ അതൊരു വരുമാനമല്ല. നേരത്തെ ഒരു 5-6 ഒന്നും വരുമാനമല്ല. ഞാനിതൊരു പച്ചക്കറി വ്യാപാരാടിസ്ഥാനത്തിൽ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഞാൻ എൻ്റെ ഒരു മനസ്സിന്റെ സന്തോഷത്തിന് നട്ട് വളർത്തുന്നു, ആവശ്യക്കാർ ചോദിക്കുമ്പോൾ കൊടുക്കുന്നു. അതിനപ്പുറത്തോട്ട് ഞാനത് ബിസിനസ് ആക്കുന്നില്ല.